ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ യുവർ ഡോക്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മുടി കൊഴിച്ചിലിൻ്റെ പ്രധാന കാരണങ്ങളെ പറ്റിയാണ്. പ്രധാനമായും മുടി കൊഴിച്ചിലുണ്ടാകുന്നത് പോഷകക്കുറവ് മൂലമാണ്. അതിൽ ഒന്നാമത്തത് ഇരുമ്പ്, വൈറ്റമിൻ ഡിയുടെ കുറവ്, വൈറ്റമിൻ B12 കുറവ്, അതുപോലെ പ്രോട്ടീൻ്റെ കുറവ് തുടങ്ങിയവയെല്ലാം മുടി കൊഴിച്ചിലിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ഹോർമോൺ പ്രശ്നങ്ങളായിട്ടുള്ള PCOS അല്ലെങ്കിൽ PMOS, അതുപോലെ തൈറോയ്ഡ് രോഗങ്ങൾ, പ്രസവത്തിന് ശേഷമുള്ള ഹോർമോൺ മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം മുടി കൊഴിച്ചിലിൻ്റെ ഒരു കാരണമാണ്. കൂടാതെ തന്നെ മാനസിക സംഘർഷം, സ്ട്രെസ്സ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്സ്. അതുപോലെ ഉറക്കക്കുറവ്, കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നവരിപ്പോൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഉറക്കക്കുറവ് ഇതിൻ്റെ എല്ലാം ഒരു മെയിനായിട്ടുള്ളൊരു കാരണമാണ്. അതുപോലെ ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, പിന്നെ തലയിലുണ്ടാകുന്ന ചർമ്മരോഗങ്ങൾ, നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഡിസീസുകൾ, ഡാൻഡ്രഫ്, ഫംഗൽ ഇൻഫെക്ഷൻസ്, സോറിയാസിസ് തുടങ്ങിയവയെല്ലാം മുടി കൊഴിച്ചിലിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഇത് കൂടാതെ തന്നെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ കൂടുതൽ ആൾക്കാരും ഇന്ന് കഴിക്കുന്നത് ജങ്ക് ഫുഡ്സാണ്. പിന്നെ കൂടാതെ ആൽക്കഹോളിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിട്ട് വരുന്നു, സ്മോക്കിങ്, ഇതെല്ലാം മെയിനായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവാൻ ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മൂലം, അതായത് കീമോതെറാപ്പിയൊക്കെ ക്യാൻസറിന് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹോർമോണൽ മെഡിസിൻസ് എടുക്കുമ്പോഴും ചില ആൻറ്റിബയോട്ടിക്സുകളൊക്കെ കാരണം കൊണ്ടും മുടി കൊഴിച്ചിലുണ്ടാകാം. പിന്നെ ജനിതക കാരണങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ അച്ഛന് ബാൾഡിനെസ് ഉണ്ടെങ്കിൽ, കഷണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ തലമുറകളായിട്ട് ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന ഒരു അസുഖമാണ്. അതുപോലെ തെറ്റായ മുടി പരിചരണം, കൂടുതൽ പെൺകുട്ടികളും മുടി പോണിറ്റെയിൽ കെട്ടി വെക്കാറുണ്ട്. അതായത് മുടിയുടെ ഹെയർ ലൈൻ പിന്നിലേക്ക് വലിയുമ്പോഴത്തേന് എന്താ സംഭവിക്കാം, മുടിക്ക് ബലക്ഷയം ഉണ്ടാവുന്ന കാരണം കൊണ്ട് തന്നെ മുടി ഒരുപാട് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടൈറ്റായിട്ടുള്ള ഹെയർ സ്റ്റൈലിങ്ങും, അതുപോലെ ഇപ്പോൾ കൂടുതൽ ബ്യൂട്ടി പാർലറിലും കാണുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളും, അതുപോലെയുള്ള ഹീറ്റ്, നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി ഹീറ്റ് ഉപയോഗിക്കുന്നതെല്ലാം മുടി നശിച്ചു പോകാനുള്ള ഒരു പ്രധാന കാരണങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? മുടി തിന്നിങ് ആകുന്നത്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിനെല്ലാം പ്രതിരോധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, മതിയായ ഉറക്കം, റെഗുലറായിട്ടുള്ള സ്കാൽപ്പ് കെയർ, ഇതൊക്കെ കൊണ്ട് നമുക്ക് മുടിയുടെ പഴയ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും.